സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാശങ്ങൾ കേകണേ ഞങ്ങൾക്കെപ്പോഴും. എന്റെ പേര് അഭിജിത്ത് എന്നാണ്. ഒരു ചെറിയൊരു ഡോക്ടറാണ്. ഒരു ചെറിയൊരു പ്രകൃതി ചികിത്സ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അല്ലേ? വേറൊന്നുമില്ല. നമ്മളുടെ ഈ ചുറ്റുമുള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങൾ എങ്ങനെ മാറ്റാം? നമ്മളെല്ലാരും ജനിക്കുമ്പോ എന്തെങ്കിലും രോഗമായിട്ട് വരുന്നവരാണോ? ആണോ? അല്ല. പിന്നെ എങ്ങനെയാ വരുന്ന രോഗങ്ങള്? നമുക്ക് ഈ രോഗങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാ? കാലാവസ്ഥ കുറ്റം പറഞ്ഞാൽ മതിയോ? മഴ വരുമ്പോൾ മാത്രമാണോ രോഗം വരുന്നത്? കഴിക്കുന്ന ആഹാരത്തിനെ കൊണ്ട്, പിന്നെ വ്യായാമത്തിന്റെ കുറവ് കൊണ്ട്, പിന്നെ വേണ്ടാത്ത കുറച്ച് പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലേ? ആണോ അല്ലയോ? അതെ. അപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തില് എങ്ങനെ ഒരു ദിവസം ജീവിക്കണം, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആശുപത്രി. ആശുപത്രി എന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ശരീരം, നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം മോശം കാണിക്കുന്നുണ്ട്, ഇല്ലേ? പൊരിച്ചതും വറുത്തതും ഒന്നും കഴിക്കരുത് നമ്മളോട് പറയും. നമ്മൾ കഴിക്കാറുണ്ടോ ഇല്ലയോ? കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പണിയെടുക്കുന്നുണ്ടോ നമ്മുടെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി? ഉണ്ടോ ഇല്ലയോ? ഇല്ല. പക്ഷെ നമ്മുടെ ശരീരത്തിനോളം പണിയെടുക്കുന്ന വേറെ ആരുമില്ല. അപ്പോ അത്രയും ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ശരീരത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോ ഇനിയുള്ള സമയങ്ങളിൽ ഞാൻ നിശ്ചയിച്ചോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് മാസത്തില് കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ഡോക്ടേഴ്സ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് യോഗയും പ്രാണായാമയും പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആത്മാവെന്നുള്ള നിലയ്ക്ക് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് വേണ്ട ചെറിയ അറിവുകള്, നിങ്ങൾക്ക് വേണ്ട ചെറിയ യോഗകൾ, നിങ്ങളുടെ പ്രായത്തിന് പറ്റുന്ന, നിങ്ങൾ കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് പറ്റുന്ന ചെറിയ യോഗകള്, നിങ്ങൾക്ക് വേണ്ട പ്രാണായാമങ്ങള്, അതുപോലുള്ള കാര്യങ്ങള് നമ്മുടെ ആത്മീയ ഡോക്ടേഴ്സ്, ഞാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സോ മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തില് ഇതുപോലുള്ള അവസരം എനിക്കും ശ്രീനാഥനും ഈ വൈകിയ വേളയിൽ ഞങ്ങൾക്ക് നൽകിയതിന് ഒത്തിരി നന്ദിയുണ്ട്. ഈ സ്വീകരണത്തിന് ഹൃദയത്തിൽ തൊട്ട് 1000 നന്ദി. വളരെ സന്തോഷമുണ്ട് ഈ ഒരു നമ്മുടെ ഈ സ്നേഹക്കൂടി വരുവാനും നമ്മളോടൊപ്പം ഇത്രയും സമയം പങ്കുവെക്കുവാനൊക്കെ സാധിച്ചത് അതിയായ സന്തോഷമുണ്ട്. ഇത്രയും അച്ഛന്മാരുടെയും അമ്മമാരുടെയും കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടാണ് കരുതുന്നത്. നേരത്തെ നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ഇനി ഒരുമിച്ചുള്ള ഇത്തരത്തിലുള്ള നമ്മൾ ജീവിക്കുമ്പോഴൊക്കെ നമ്മുടെ ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഡോക്ടറുടെ നമ്മുടെ ആത്മീയയിൽ നിന്നൊക്കെ കിട്ടുന്ന സർവീസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ മാസത്തിൽ 2 ദിവസമാണ് അവരുടെ ഡോക്ടേഴ്സിന്റെ സർവീസ് നമുക്ക് കിട്ടുന്നതെങ്കിൽ
ബാക്കിയുള്ള 28 ദിവസവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്തരത്തിലുള്ള യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. സന്തോഷമായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന് നിങ്ങളെല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും അതിയായ സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒരുമിച്ച് ഈ ഒരു സമയം ചെലവഴിക്കാൻ സാധിച്ചതിലും. ഇനിയും കുടുംബവുമായിട്ട് ഞാൻ ഇവിടെ വരും. വീണ്ടും നമുക്ക് കാണാം. സന്തോഷം. അല്ലെ, ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയ ത്രൂ ആണ്. ഫേസ്ബുക്കിലൂടെ നിശ്ചയിച്ചു തുടങ്ങിയ ചെറിയൊരു കൂട്ടായ്മയാണ് ഇന്ന് സ്നേഹക്കൂടത്തിൽ ഇത്ര ലെവലിലെത്തി. അപ്പൊ നമുക്ക് അതിലും കരുത്തായ കാര്യത്തിൽ ഇതുപോലെ ജൻ ടി വി കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം സാർ അറിയിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ഒരുപാട് സന്തോഷം.